ഇന്നലെ എനിക്ക് ഒഴിവുള്ള ദിവസമായിരുന്നേ. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് കട്ടപ്പന വരെ പോയിട്ടുണ്ടായിരുന്നേ. കാരണം മോൻ്റെ ബർത്ത്ഡേ വരിക. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ 1, 2 എണ്ണം നോക്കണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണേ. ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടപ്പന വന്നിട്ട് ആദ്യം പോയത് ഒരു കൃഷ്ണനെ വാങ്ങണമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണൻ കുറച്ച് പഴക്കമുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നീലക്കാർവർണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേണ്ടത് അല്ലാതെ ഈ മഞ്ഞപ്പൊട്ടൊക്കെ ചുറ്റി നിൽക്കുന്ന കൃഷ്ണനായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ച സൈസും ഉണ്ടായിരുന്നില്ല. അവസാനം നിരാശപ്പെട്ട് നമ്മൾ വേറെ കടയിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കട്ടപ്പനയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി വരുമല്ലായിരുന്നോ. അങ്ങനെ തിരക്കിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങൾ ഇവിടെ സുപ്രിയ എന്ന് പറഞ്ഞൊരു കടയുണ്ടല്ലോ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ, അവിടെ വന്നു. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൃഷ്ണനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിയത് മണ്ണിൻ്റെ കൃഷ്ണനാണ്. ഫൈബറിൻ്റെ കൃഷ്ണനാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും കേട്ടോ. മുഖമൊക്കെ കാണാൻ ഒരു പ്രത്യേക തുടുപ്പൊക്കെയാണ്. പക്ഷേ എനിക്ക് ഈ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിതങ്ങോട്ട് മേടിച്ചു. പിന്നെ നേരെ പോയത് മോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണേ. വരുന്ന 18-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ. അവന് 3 വയസ്സാവാൻ പോവുക. അപ്പോൾ അവനൊരു ജീൻസ് എടുത്തേക്കാന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ ലെതയിലാണ് ഞാൻ പോയത്. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരവണ്ണം കുറച്ച് കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു കേട്ടോ. എല്ലാ വർഷവും ഓരോ വയസ്സ് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഫോട്ടോ എടുപ്പിക്കാറുണ്ട്. പുതിയ ചാനലിൽ വന്നിട്ട് ആണ് ഫോട്ടോ എടുത്തത്. ചേട്ടൻ പറയുന്ന പോലെയൊക്കെ ആക്ഷൻ കാണിക്കുകയോ അതുപോലെ ചിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ അതിൽ 2 ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് പിന്നെ കട്ടപ്പന വന്നിട്ടുണ്ടെങ്കിൽ മോന് എപ്പോഴും മുട്ട പപ്സ് വേണം. അപ്പോൾ മുട്ട പപ്സ് വാങ്ങിക്കൊടുത്തു അടുത്തൊരു കഫ്റ്റീരിയയിൽ നിന്ന്. പിന്നെ നമ്മൾ നേരെ മാർക്കറ്റ് സൈഡിലുള്ള റോഡിലേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി. പക്ഷേ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. റോഡ് മുറിച്ച് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. പിന്നെ ചോയ്സിൽ വന്നിട്ട് കുറച്ച് നെയിൽ പോളിഷും അമ്മയ്ക്ക് എന്തോ ക്ലിപ്പൊക്കെ വേണമായിരുന്നു. അതെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക്